ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ iOS 18.1 ബീറ്റ ഇപ്പോൾ ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ അത് അപ്ഡേറ്റ് ചെയ്ത് നോക്കിയിട്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം iOS 18 അപ്ഡേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് ബഗ്ഗുകൾ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ നോട്ടിഫിക്കേഷൻ ഭയങ്കര ബോർ എന്ന് വെച്ചാൽ നല്ല ശോകത്തിന്റെ ഒക്കെ മുകളിലായിട്ടുള്ള ഒരു ശോകമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ നോട്ടിഫിക്കേഷൻ നമുക്ക് അൺലോക്ക് ചെയ്താൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നോക്കിയാൽ അൺലോക്ക് ചെയ്താലും കാണാൻ പറ്റില്ല, ഹിഡൻ ആയിട്ട് കിടക്കും. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കാണിച്ചത് ഇപ്പൊ എന്റെ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല, പോയി. എന്താ വെച്ചാൽ ഇത് പണ്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ സെക്ടറിൽ പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ലോക്കൽ കഴിഞ്ഞാൽ വായിക്കാൻ പറ്റും, അല്ല അങ്ങനെ ഓപ്ഷൻ ഉണ്ടാകും. ഇപ്പൊ എന്ത് കൊടുത്താലും വായിക്കാൻ പറ്റില്ല, ഒന്നും വർക്ക് ചെയ്യുന്നില്ല, ഫുൾ പൊരിഞ്ഞ ബഗ്ഗാണ് ഇതിൽ, എനിക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മെയിൻ ആയിട്ട് ആ ഇഷ്യൂ സോൾവ് ചെയ്യാനാണ് ഞാൻ മെയിൻ ആയിട്ട് 18.1 ബീറ്റ വന്നപ്പോൾ ഞാൻ അപ്ഡേറ്റ് നോക്കിയത്. അതിലും സോൾവ് ആയിട്ടില്ല, പക്ഷെ 2-3 ഫീച്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആപ്പിൾ ഇന്റലിജൻസ് വന്നിട്ടുണ്ട്. വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് എന്തായാലും 15 Pro തൊട്ടാൽ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ അത് തിരിഞ്ഞു നോക്കുന്നില്ല, അത് വലിയ വേസ്റ്റ് ആയിട്ട് സംഭവമാണ്. പക്ഷെ ഭയങ്കര സൈസ് ഉണ്ട് ഈ സാധനത്തിന്, ഞാൻ കാണിച്ചു തരാൻ കണ്ടു. 6.91 GB ആണ് ഈ സാധനത്തിന്റെ സൈസ്, ബീറ്റ വേരിയന്റിന്റെ. എനിക്ക് തോന്നുന്നു മെയിൻ ആയിട്ട് ആപ്പിൾ ഇന്റലിജൻസിന്റെ സൈസാണെന്നുണ്ട്. പക്ഷെ ഇവർക്ക് എല്ലാ ഡിവൈസുകൾക്കും ഈ സെയിം സൈസാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ആപ്പിൾ ഇന്റലിജൻസ് സപ്പോർട്ട് ചെയ്യാത്ത ഡിവൈസുകൾക്ക് പോലും അവർ ഈ സെയിം സൈസാണ് കൊടുക്കുന്നത്. അതാണ് വൺ ഓഫ് ദ ബോർ പരിപാടി. കൺട്രോൾ സെന്റർ ചെറുതായിട്ട് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. നോർമലി ഓൾറെഡി 18 തന്നെ നമുക്ക് കൺട്രോൾ സെന്റർ ഭയങ്കര കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതല്ലാണ്ട് ചെറുതായിട്ട് ഇമ്പ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ട്. അതല്ലാണ്ട് മെയിൻ ആയിട്ട് വന്നിട്ടുണ്ട് കോൾ റെക്കോർഡിംഗ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ ഞാൻ എൻ്റെ രണ്ടാമത്തെ നമ്പറിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ ഇതാണ് എൻ്റെ ഞാനൊന്ന് കോൾ ചെയ്തു, ഇതാ ഞാൻ കോൾ ചെയ്തുകൊണ്ടിരിക്കാനുണ്ട്. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ഒരു ചെറിയ എംബ്ലം കാണും. അപ്പൊ ഞാൻ അതിലേക്ക് കോൾ എടുത്തോട്ടെന്ന്, എന്നാലും അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ കോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിലൊരു എംബ്ലം കാണാനുണ്ടോ? അപ്പൊ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇതാ കണ്ടു, ഇവിടെ വന്നു. അപ്പോൾ ദിസ് കോൾ വിൽ ബി റെക്കോർഡ് എന്ന ഒരു എഴുതി കാണിക്കും ഇവിടെ. കോൾ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഫീച്ചർ ആകെ നല്ലതായിട്ട് തോന്നി. ഇപ്പോഴാണ് ആപ്പിളിന് അത് കൊണ്ടുപോകാൻ പറ്റിയത്. ആൻഡ്രോയിഡിൽ സംഭവത്തിലൊക്കെ വന്നിട്ട്, അല്ല സാംസങ്ങിൽ വന്നിട്ട് അവര് മറന്നുണ്ടാവും എന്നത് 11 ചെയ്തത്. അത്രയും കാലമായി, ഇത് ഇപ്പോഴാണ് ഇതിൽ വരുന്നത്. അതല്ലാണ്ട് നമുക്ക് മെയിൻ ആയിട്ട് വെച്ചാൽ ഇമോജി കീബോർഡിന്റെ, നമ്മുടെ ഇതിൽ കീബോർഡ് ഇമോജി എന്താ പറയാ, നമ്മുടെ കീബോർഡ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഈ ഇമോജി സപ്പോർട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന ആപ്പിൾ ഇന്റലിജൻസ് ആണ്, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതല്ലാണ്ട് വേറെ വലിയ സംഭവം വന്നിട്ടില്ല. അതിനാണ് ഒരു 6.9 GB വന്നിട്ടുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്ന iOS 18 അത്യാവശ്യം നല്ല അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. എന്താ വെച്ചാൽ ഒരു അത്യാവശ്യമുള്ള ഒരു ഫീച്ചർ എങ്കിലും ഇതിൽ വന്നിട്ടുണ്ടല്ലോ, കോൾ റെക്കോർഡിംഗ്. ഈ കോൾ റെക്കോർഡിംഗ് നമ്മുടെ 10 തൊട്ട് iPhone 10 തൊട്ട് എല്ലാ ഡിവൈസിലേക്കും 18.1 അപ്ഡേറ്റിൽ വരുന്നതാണ് പറഞ്ഞേക്കുന്നത്. അത് കൺഫേം ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും അത് വരുന്നുണ്ട്, ഭാഗ്യം. ആപ്പിൾ ഇന്റലിജൻസ് പോലെ 16 മാത്രമല്ല വരാൻ പോകുന്നത്, ഇത് എല്ലാത്തിലും വരുന്നുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പോൾ അതും മുക്കുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എന്തായാലും 15 വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റോൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 15 എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കണ്ണുമൂട്ട് എടുക്കാൻ. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഇപ്പോൾ സെയിൽസ് വരാൻ പോകുന്നത് ഇതിൽ ഓൾമോസ്റ്റ് 55-56 നിങ്ങൾക്ക് കാർഡ് ഡിസ്കൗണ്ട് അടക്കം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ഡീൽ തന്നെയാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടാൽ മതി, ഇതിൽ വരാൻ പോകുന്ന ഡീലുകളുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 മെയിൻ ചാനൽസും കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇത് നമ്മുടെ 3ാമത്തെ ചാനലാണ്, പുതിയ ചാനലാണ്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ കാണാം.